ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റീഡിങ് നിങ്ങൾക്ക് വേണ്ടി നോക്കാൻ പോവാണ്. ആരാണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തിനാണ് അവരങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയുള്ള രഹസ്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു യൂണിവേഴ്സൽ മെസ്സേജ് ആണ്. അതായത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്നും തന്നെ ഞാൻ ഇതിൽ ഷെയർ ചെയ്യില്ല. നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്താണോ അത് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നത് എങ്കിൽ എനിക്ക് നിങ്ങളുടെ എനർജി കൂടുതൽ ടാപ്പ് ചെയ്ത് അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ് നിങ്ങൾക്ക് തരാൻ പറ്റും. ഓക്കെ, അപ്പം പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് ഈ ഒരു റീഡിങ് കേൾക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ എനർജി നിങ്ങളൊന്ന് ക്ലെൻസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾ ഒന്ന് ഡീപ്പ് ബ്രീത്ത് ഒക്കെ എടുത്ത് നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആയി നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഔട്ട്കം കിട്ടണം എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നിങ്ങളൊന്ന് പോസിറ്റീവ് ആയതിനു ശേഷം ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്നത്തെ റീഡിങ്ങിൽ ഒരു 7 കാർഡ് സ്പ്രെഡ് എടുത്തിട്ട് നമുക്ക് നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, എന്തിനാണ് ചിന്തിക്കുന്നത് എന്നൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സോ ഡീപ്പ് ബ്രീത്ത് എടുത്ത് നിങ്ങൾ പ്രിപ്പയർഡ് ആവുക. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റീഡിങ് കിട്ടാൻ വേണ്ടി നിങ്ങളൊന്ന് പ്രിപ്പയർഡ് ആവുക. ഓക്കെ, യൂണിവേഴ്സ് എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് അവർക്ക് ഏറ്റവും നല്ലൊരു റീഡിങ് പ്രൊവൈഡ് ചെയ്യണം. ആരാണ് ഇപ്പോൾ ഇവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഹു ഈസ് തിങ്കിങ് അബൌട്ട് യു റൈറ്റ് നൗ? ഹു ഈസ് തിങ്കിങ് അബൌട്ട് യു റൈറ്റ് നൗ? വാട്ട് ദേ തിങ്കിങ് അബൌട്ട് യു? അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? ആൻഡ് അവരെന്ത് ഫീലിംഗ് ആണ് നിങ്ങളോട് പറയാത്തത്? അവർക്ക് എന്താണ് അടുത്തതായിട്ട് നിങ്ങളിൽ നിന്നും വേണ്ടത്? എന്താണ് അവരുടെ നെക്സ്റ്റ് മൂവ്, നിങ്ങളിലേക്കുള്ള നെക്സ്റ്റ് മൂവ്? എന്താണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന അഡ്വൈസ്? ഇത്രയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് ഇന്ന് ഈ സ്പ്രെഡിലൂടെ നോക്കാം. സോ ഹു ഈസ് തിങ്കിങ് അബൌട്ട് യു റൈറ്റ് നൗ? നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ആരാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? സോ നമുക്ക് ഫസ്റ്റ് കാർഡ് എടുക്കാം. ഹു ഈസ് തിങ്കിങ് അബൌട്ട് യു റൈറ്റ് നൗ ആൻഡ് വാട്ട് ദേ തിങ്ക് അബൌട്ട് യു? അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? വാട്ട് ദേ തിങ്ക് അബൌട്ട് യു? കാർഡ് നമ്പർ 2, വൈ ദേ ആർ തിങ്കിങ് അബൌട്ട് യു? എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? വൈ ദേ ആർ തിങ്കിങ് അബൌട്ട് യു? കാർഡ് നമ്പർ 3, വാട്ട് ദേ ഫീൽ ബട്ട് ഡോണ്ട് സേ? അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ തോന്നുന്നുണ്ട്, പക്ഷെ അവരെന്താണെന്ന് പറയുന്നില്ല. അതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ കണക്ഷൻ കാർഡ് നമ്പർ 4, ആൻഡ് വാട്ട് ദേ വോണ്ട് ടു ഡു നെക്സ്റ്റ്? അടുത്തായിട്ട് അവർക്ക് എന്താണ് ചെയ്യണം എന്ന ആഗ്രഹം, നെക്സ്റ്റ് അവർക്ക് എന്താണ് ചെയ്യണമെന്ന പ്ലാൻ, അതാണ് അവരുടെ മനസ്സിൽ എന്താണ് പ്ലാൻ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, കാർഡ് നമ്പർ 5, 6th one, their next move towards you. അടുത്തതായിട്ട് അവരെന്താണ് ചെയ്യാൻ പോകുന്നത് നിങ്ങളിലേക്ക് വരാൻ? ഓക്കെ, നിങ്ങളുമായി ബന്ധപ്പെട്ട് അവരെന്താണ് ചെയ്യാനായിട്ട് പോകുന്നത്? സോ നമുക്ക് അതിൻ്റെ കാർഡ് ഓക്കെ, അവരെന്താണ് നിങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പോകുന്നത്? യെസ്, ആൻഡ് എന്താണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു അഡ്വൈസ്? നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു അഡ്വൈസ് എന്താണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു അഡ്വൈസ്, നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന അഡ്വൈസ് എന്താണ്? അഡ്വൈസ് കിട്ടി. സോ 7 കാർഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ 7 ചോദ്യങ്ങളുടെ ഉത്തരം നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം എന്താണ്, ആരാണ് എന്നൊക്കെ മനസ്സിലാവും. ഓക്കെ, സോ നമുക്ക് ഈ 7 കാർഡ് സ്പ്രെഡ്സ് ഒന്ന് നോക്കാം. Okay.
ഹൂ ഈസ് തിങ്കിങ് അബൌട്ട് യു റൈറ്റ് നൗ? നിങ്ങളെക്കുറിച്ച് ആരാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ കാർഡാണ് ഫസ്റ്റ് വൺ. അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് അവരുടെ മനസ്സിൽ പക്ഷെ അവർ പറയാതെ ഇരിക്കുന്ന കാര്യം? ഓക്കെ, അവർക്ക് നെക്സ്റ്റ് അവരെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടോ. അവരുടെ നെക്സ്റ്റ് മൂവ്, നിങ്ങളിലേക്കുള്ള നെക്സ്റ്റ് മൂവ് എന്താണെന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, എന്താണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന അഡ്വൈസ്? ഓക്കെ, ഇത്രയും കാർഡ്സിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി നമുക്ക് നോക്കാം. സോ കാർഡ് നമ്പർ 1, ആരാണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ കാർഡാണ് 3 ഓഫ് പെൻറ്റക്കിൾസ്. ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളെ വാല്യുബിൾ ആയിട്ട് അല്ലെങ്കിൽ റിലയബിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു കോമ്പീറ്റൻ്റ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയായിരിക്കാം. മേ ബി ഒരു പാർട്ട്ണർ, എന്തിൻ്റെയും ഒരു പാർട്ട്ണർ ആയിരിക്കാം, ഒരു കൊലാബറേറ്റർ ആയിരിക്കാം, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊലാബറേറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സമൺ നിങ്ങളുടെ സ്കിൽസിനെ തിരിച്ചറിയുന്ന ആരെങ്കിലും ഒരു വ്യക്തിയായിരിക്കാം. മേ ബി ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ കൂടെ എന്തെങ്കിലും പഠിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ എന്തെങ്കിലും കാര്യത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം. അവർക്ക് നിങ്ങളെ ഇമോഷണലി അവർക്ക് നിങ്ങളോട് റെസ്പെക്റ്റ് ഉണ്ട്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അപ്രീസിയേഷൻ തരുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഒരു കോവർക്കർ ആയിരിക്കാം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ബിസിനസ് കോണ്ടാക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആയിരിക്കാം. മേ ബി നിങ്ങളുമായിട്ട് കൂടെ നിന്ന് നിങ്ങളുമായി ഒരുമിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുമായി ടീം അപ്പ് അല്ലെങ്കിൽ ഒരു ടീം വർക്ക് നിങ്ങളുടെ കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് കണ്ട് അത് ഇഷ്ടപ്പെട്ട് നിങ്ങളെപ്പോലെ ആകണമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ട് കാണുന്ന ഒരു വ്യക്തിയായിരിക്കും ഇത്. സോ ഇതെന്ന് പറയുന്നത്, ഇപ്പം നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ വർക്ക് റെസ്പെക്റ്റ് ചെയ്യുന്ന, നിങ്ങൾക്ക് വാല്യൂസ് തരുന്ന, നിങ്ങളുടെ പ്രസൻസിന് വാല്യൂ തരുന്ന ഒരു വ്യക്തിയായിരിക്കും. ഓക്കെ, ഒരു കൊലാബറേറ്റർ ആവാം, ഒരു അഡ്മയറർ ആവാം, നിങ്ങളെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു തീർക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തിയാക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ കാണുന്ന ഒരാളായിരിക്കും. മേ ബി അതായിരിക്കും അയാൾക്ക് നിങ്ങളോടുള്ള ഒരു താല്പര്യം എന്ന് പറയുന്നത്. ഓക്കെ, അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ കാർഡാണിത്. അവർ ആക്ച്വലി നിങ്ങളെ വളരെ ബോൾഡായിട്ടുള്ള ഒരു കൃത്യമായ ഡയറക്ഷനുള്ള ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത് കേട്ടോ. അവർക്ക് നിങ്ങൾ വളരെ ഫ്രാങ്ക് ആയിട്ട് സംസാരിക്കുന്ന, പോസിബിളി ഒരു എന്താ പറയുക, പെട്ടെന്ന് ആക്ഷൻസ് എടുക്കുന്ന, ക്വിക്ക് ഒപ്പീനിയൻസ് ഉള്ള, പെട്ടെന്ന് കാര്യങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ കാണുന്നുണ്ട്. അവർക്ക് ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും കോപ്പി ചെയ്യാൻ പറ്റും എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് അവരുടെ ചില ചിന്തകളിൽ ഒരു അർജൻസി ഉണ്ട്. അപ്പം നിങ്ങളെ കൂടെ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ, ആ ഒരു ബോൾഡ്നെസ്, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അത് കോപ്പി ചെയ്യാൻ അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. സോ നിങ്ങൾ വളരെ ബോൾഡാണ്, വളരെ ക്യുക്കാണ് എന്ന് അവർ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിലുള്ള കൺഫ്യൂഷൻ തീർക്കാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളെന്ന് അവർ വിചാരിക്കുന്നുണ്ട് കേട്ടോ. സോ നിങ്ങൾ വളരെ ഷാർപ്പാണെന്നുള്ളൊരു വിശ്വാസം, അതാണ് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്ത ഇപ്പോൾ. ഓക്കെ, എന്തുകൊണ്ടാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ കാർഡാണ് ഈ തേർഡ് വൺ. സോ ശരിക്കും പറഞ്ഞാൽ അവർ ജീവിതത്തിൽ വളരെ സന്തോഷം, ഒരു പോസിറ്റീവ് കോറൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അവരുടെ ലൈഫിൽ സക്സസ് വരണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ക്ലാരിറ്റി വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് ആക്ച്വലി ഈ ആളുകൾ
നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിൽ വരും എന്നുള്ള കാര്യം അവർ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ എനർജി അവരിലേക്ക് കൂടി സ്പ്രെഡ് ചെയ്യുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവരുടെ എനർജി, അവരുടെ മൂഡിനെ മാറ്റാൻ പറ്റും. ഓക്കെ, അവരുടെ ലൈഫിൽ ഒരു വെളിച്ചമായിട്ട് മാറാൻ നിങ്ങൾക്ക് പറ്റും എന്ന് അവർക്കൊരു തോന്നലുണ്ട്. നിങ്ങളുടെ ഈ ഒപ്റ്റിമിസം, നിങ്ങളുടെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഈ ഒരു നേച്ചർ അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ചുള്ള ചില മൊമെന്റ്സ് അവർ റീതിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് അവർക്ക് സന്തോഷം കിട്ടിയ, മേ ബി നിങ്ങളായിരിക്കും അവർക്ക് അത്രയും സന്തോഷം കൊടുത്തിട്ടുണ്ടാവുക. അതായത് ഒരു പോസിറ്റീവ് സെൻസിലാണ് ഞാൻ പറയുന്നത്. വളരെ പോസിറ്റീവ് ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ജോയിൻ ചെയ്ത് നിൽക്കാൻ വേണ്ടി അവർക്ക് ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങൾ അവർക്ക് നൽകിയിട്ടുള്ള സന്തോഷവും ആ ഒരു ഹെൽപ്പും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങൾ കാരണം ഉണ്ടായിട്ടുള്ള സക്സസ്സും ഒക്കെ അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ബിക്കോസ് അവരുടെ ലൈഫിൽ നിങ്ങളൊരു വെളിച്ചമായി വന്നു എന്ന് അവർക്കൊരു വിചാരമുള്ളത് കൊണ്ടാണ് അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നത്. ഓക്കെ, നിങ്ങൾ അവരുടെ ലൈഫ് ഒന്നും ബ്രൈറ്റൻ ആക്കിയിട്ടുണ്ട്. അതാണ് അവൻ്റെ റീസൺ എന്ന് പറയുന്നത് കേട്ടോ. അവർ എന്താണ് തിങ്ക് ചെയ്യുന്നത് പക്ഷെ പറയാത്തത്, ഉള്ളിൽ ഉള്ള കാര്യം ചോദിച്ചപ്പോൾ കിട്ടിയ ഒരു കാർഡാണിത്. അതായത് അവർക്ക് എന്തോ ഒരു സീക്രസി ഉണ്ട് കേട്ടോ. അവർക്ക് എന്തോ ഒരു സീക്രസി ഉണ്ട്. അവർക്കെന്തോ ഒരു മടിയുണ്ട്. അവരെന്തോ കാര്യം പറയുന്നില്ല. അവരെന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അവർക്ക് ചില സത്യങ്ങളൊക്കെ മറച്ചു വെക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. മേ ബി നിങ്ങളെ സംബന്ധിച്ച എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് അത് തുറന്ന് പറയാൻ പറ്റാത്തതിൽ എന്തോ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം അവർ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് എന്തോ ഒരു പ്ലാനിങ് അവർക്ക് നടക്കുന്നുണ്ട്. പക്ഷെ അവരുടെ റിയൽ ആയിട്ടുള്ള ഇൻറ്റൻഷൻ എന്താണെന്നുള്ള കാര്യം റിവീൽ ചെയ്തിട്ടില്ല. ഓക്കെ, അവർ അതിന് റെഡി ആയിട്ടില്ല എന്ന് വേണം കരുതാൻ. മേ ബി അവർ നിങ്ങളുമായിട്ടുള്ള ഡയറക്റ്റ് കോൺവെർസേഷൻ ഇപ്പോൾ അവോയ്ഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. ചില ഇൻഫർമേഷൻ, ചില കാര്യങ്ങളൊക്കെ, അതായത് എന്താ പറയുക, നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നതായിട്ട് നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടാവും. കാര്യം മേ ബി അവർ അൺഷുവർ ആയിരിക്കും. അതായത് അവർക്ക് എങ്ങനെ നിങ്ങളെ അപ്രോച്ച് ചെയ്യണം, ഈ കാര്യം നിങ്ങളോട് എങ്ങനെ അവതരിപ്പിക്കണം എന്ന് ഒരു ഐഡിയ കാണത്തില്ല കേട്ടോ. അതുകൊണ്ടും ആയിരിക്കാം. എങ്ങനെ നിങ്ങളെ ഓണസ്റ്റ് ആയിട്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്യണം എന്ന് അറിയാത്തത് കൊണ്ടും ആയിരിക്കാം. ഒരു ഷാഡോ എനർജി ഉണ്ട് അവർക്ക്. അതായത് അവർ ഫുള്ളി ഓപ്പൺ അല്ല. അവർ ചെറിയ ഒരു എന്തോ ഒരു ഹൈഡിങ് എലമെന്റ് അവരുടെ ഉള്ളിലുണ്ട്. അവർ മേ ബി നിങ്ങളിൽ നിന്നും ഈ ഒരു എനർജി കിട്ടി അവർക്ക് പോകണം, അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയണം എന്ന് അവർക്ക് ആഗ്രഹമില്ലായിരിക്കും. അവർക്ക് നിങ്ങളുടെ ഈ ഒരു എനർജി വേണം, അത്രേ കാണുള്ളൂ. ഓക്കെ, പക്ഷെ അവരെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയാൻ വേണ്ടി അവർ റെഡി അല്ല. അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്തോ ഒരു സീക്രസിയൊക്കെ ഒളിച്ചു വെച്ചേക്കുന്ന ഒരു വ്യക്തി. ഓക്കെ, അടുത്തായിട്ട് അവർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അവർ ഇനി നെക്സ്റ്റ് ചെയ്യാൻ അവരുടെ ലൈഫിൽ അവർക്കൊരു ബാലൻസ് വേണമെന്നുണ്ട് കേട്ടോ. ഒരു ഫെയർനെസ്, ഒരു ബാലൻസ്ഡ് ലൈഫ് കൊണ്ടുപോകണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. സോ അവർ നെക്സ്റ്റ് നിങ്ങളുടെ അടുത്ത് ചെയ്യാൻ പോകുന്നൊരു കാര്യം ഒരു ക്ലാരിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് കേട്ടോ. അല്ലെങ്കിൽ മേ ബി അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗിൽറ്റ് ഫീലിംഗ് ഓൾറെഡി അവർക്കുണ്ടായിരിക്കും. ആ ഒരു കാര്യം കറക്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുപോലെ മേ ബി അവർ വന്ന് അപ്പോളജൈസ് ചെയ്യാൻ, നിങ്ങളോട് മാപ്പ് പറഞ്ഞേക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ഓണസ്റ്റ് കോൺവെർസേഷന് റെഡി ആയേക്കാം. അതിനുവേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കാം. ആൻഡ് അവർക്ക് വേണ്ട ഒരു ബാലൻസ് ആണ്. അവരുടെ മനസ്സിലോ അവരുടെ കാര്യങ്ങളിലോ ഒക്കെ ഒരു ബാലൻസ് ഇല്ലാതെ ഉണ്ട്. അതൊന്ന് ബാലൻസ് വേണം എന്നുള്ള വലിയ ആഗ്രഹം അവർക്കുണ്ട്. ഓക്കെ, ഒരു പ്രാക്ടിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ക്ലിയർ ഡിസ്കഷന് വേണ്ടിയിട്ട് അവർ വരാം. നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്, കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടേ ഒന്ന് സംസാരിക്കാനായിട്ട് വരാം. മേ ബി ഒരു അപ്പോളജി നിങ്ങൾക്ക് തരാം. മേ ബി ഇനി നിങ്ങളുടെ സബോർഡിനേറ്റ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ മേ ബി ഒരു എക്സ്പ്ലനേഷൻ ലെറ്റർ തരുന്ന പോലെ, ഒഫീഷ്യലി ഉള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു എക്സ്പ്ലനേഷൻ ലെറ്റർ തരുന്നത് പോലെയുള്ള ഒരു കാര്യം തരാം. അല്ലെങ്കിൽ അവരൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ രണ്ടുപേർക്കിടയിലും ഓക്കെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുണ്ടെങ്കിലും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരാം. എന്താണ് അവർക്ക് ബാലൻസ് ലൈഫിൽ കിട്ടാൻ അവർ ആഗ്രഹിക്കുന്നത്, അവരുടെ മെന്റൽ സ്റ്റെബിലിറ്റി കിട്ടാൻ ആഗ്രഹിക്കുന്ന ആ കാര്യം അവർ ഉടനെ തന്നെ ചെയ്യും. ഓക്കെ, മേ ബി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കും. അതായിരിക്കും അവരുടെ ഒരു നെക്സ്റ്റ് അവർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്.
ഇനി നിങ്ങളിലേക്ക് നിങ്ങളിലേക്കുള്ള നെക്സ്റ്റ് മൂവ് എന്താണെന്നുള്ളതാണ്. സോ അവർക്കേ ശരിക്കും ജസ്റ്റിസ് വേണം. അതായത് എന്താ പറയുക, അവർക്ക് ഞാൻ പറഞ്ഞു മുമ്പ് നമുക്ക് കിട്ടിയ കാർഡ് ജസ്റ്റിസ് ആണ്. സോ അവർക്ക് ആ ഒരു ജസ്റ്റിസ് വേണം എന്നതിനേക്കാളും ഉണ്ടല്ലോ, നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അവർക്കെന്തോ ഒരു പേടിയുണ്ട്. അവർക്കെന്തോ മെൻ്റൽ ബ്ലോക്സ് ഉള്ളതുപോലെ. ഓക്കെ, ഒരു ഈ മെൻ്റൽ ബ്ലോക്ക് എന്ന് പറയുന്നത് ആക്ച്വലി അവർക്ക് തകർത്തെറിയാവുന്നതേ ഉള്ളൂ. പക്ഷെ അവർ ആ പേടിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ, നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ സോഡ് എനർജി എന്ന് പറയുന്നത്. നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അവർക്ക് കറക്റ്റായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. അവർ ഫ്രീസ് ആവുന്നുണ്ട്, ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് ഒരുപാട്. ഓക്കെ, കാരണം അവർക്ക് ഈ പേടി കാരണം അവർ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ പേടി, ഈ വറീനെസ് ഉണ്ടല്ലോ, ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ഒരുപാട് അതിൽ ട്രാപ്പ് ആവുന്നുണ്ട്. ഒരു ആങ്സൈറ്റിയും സെൽഫ് ഡൗട്ടും ഒക്കെ അവർക്ക് ഉണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന രണ്ട് എനർജിയും ആക്ച്വലി സോർട്സ് ആയിരുന്നു. അത് രണ്ടും കുറച്ച് എന്താ പറയുക, നെഗറ്റീവായിട്ടുള്ള കാർഡ്സ് തന്നെയാണ്. ആൻഡ് അവരുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ബാരിയർ, ഒരു തടസ്സമുണ്ട്. ഓക്കെ, അവരെന്തോ ഒരു ലൂപ്പിലാണ് ആക്ച്വലി. മേ ബി അവരുടെ ചിന്തകളിൽ തന്നെയുള്ള ലൂപ്പിലായിരിക്കും. നിങ്ങളോട് സംസാരിച്ചാൽ, നിങ്ങളോട് ഇടപെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കുമോ, അല്ലെങ്കിൽ അവർക്ക് വ്യക്തമായിട്ട് അവരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ വരുമോ എന്നൊക്കെയുള്ള എന്തൊക്കെയൊക്കെയോ ചിന്തകളുണ്ട്. ഓക്കെ, അവരുടെ മനസ്സാണ് അവരുടെ തടസ്സം, മറ്റൊന്നുമല്ല. അവർ മേ ബി ഒരു ഇൻഡയറക്റ്റ് ആയിട്ടൊരു മെസ്സേജ് തരാൻ ചാൻസ് ഉണ്ട്. നേരിട്ട് അവർക്ക് പറയാനുള്ള മടിയുണ്ട്. ഇൻഡയറക്റ്റ് ഒരു മെസ്സേജ് തരാൻ ഉള്ള ചാൻസ് ഉണ്ട്. നിങ്ങളെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ അവർക്ക് മടിയുണ്ടായിരിക്കും. അതായിരിക്കാം മേ ബി അവരുടെ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആൻഡ് അങ്ങനെ അവർ ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ, അവർ ഈ മിനിമൽ ആയിട്ടുള്ള മറ്റുള്ളവർ ത്രൂ അല്ലെങ്കിൽ വേറൊരു പാത്തൊക്കെ ചൂസ് ചെയ്യുമ്പം ആക്ച്വലി കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് കിട്ടാൻ വേണ്ടി ഒരു ചാൻസ് ഉണ്ട്. അതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവരുടെ നെക്സ്റ്റ് മൂവ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു എന്തെങ്കിലും ഒരു മൂവ് ആയിരിക്കും. മേ ബി പേടി കൊണ്ട് അല്ലെങ്കിൽ ഓവർ തിങ്കിങ് കൊണ്ടൊക്കെ അവർക്ക് മുന്നോട്ട് ബോൾഡായിട്ട് വരാനുള്ള ഒരു ധൈര്യമില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, ഇനി ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ അഡ്വൈസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ കാർഡാണിത്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് പ്രാക്ടിക്കലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് പുതിയ ബിഗിനിങ്സ് ഒക്കെ ലൈഫിൽ വരാൻ പോവാണ്. ഓക്കെ, എസ്പെഷ്യലി പഠിക്കുന്ന കാര്യത്തിൽ, കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ ഒക്കെ നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ ക്യൂരിയസ് ആയിട്ട് സ്റ്റഡി ആയിട്ടിരിക്കുക. ഓക്കെ, അതായത് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഒരു മെസ്സേജ്, ഒരു ക്ലിയർ ബൗണ്ടറി, ഒരു പ്രാക്ടിക്കൽ സ്റ്റെപ്പ്, അതൊക്കെ ഒരു കൊളാബറേഷൻ്റെ കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക. അതായത് എല്ലാത്തിനും ഒരു ബൗണ്ടറി ഉള്ളത് നല്ലതാണ്. നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം, ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിരിക്കണം, ഒരു ഹോപ്പ്ഫുൾ ആയിട്ടിരിക്കണം കേട്ടോ. നിങ്ങൾ എത്ര ഉയരത്തിലേക്ക് പോയാലും ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കേണ്ട ആൾക്കാരാണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത് ഒരു തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒരു പുതിയ കാര്യം അത് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വരും. ഒരു ഗ്രോത്ത്, മുന്നോട്ടുള്ള ഒരു എനർജി, അതായത് നിങ്ങളുടെ എനർജി വളരാനായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പം നിങ്ങളൊരു ചെറിയ വിത്ത് നടുകയാണ്, ഒരു പ്ലാന്റിൻ്റെ വിത്ത് നടുകയാണ്. അത് പിന്നീട് വളർന്ന് ഒരു സംതിങ് വലിയൊരു മരമായി, ഒരുപാട് ആളുകൾക്ക് തണം തരുന്ന ഒരു മരമായി മാറാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതായത് നിങ്ങൾക്കൊരു ഗൈഡൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ പ്രാക്ടിക്കലായിട്ടിരിക്കുക, ഓപ്പൺ ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങൾ, നിങ്ങൾ ലൈഫിലേക്ക് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. നിങ്ങളിപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ഈ ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ അവരെല്ലാം നമുക്ക് ചെയ്യണമെന്നോ അങ്ങനെ ഒന്നും നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ട. നിങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ അത് ചെയ്യുക. ഓക്കെ, ഇപ്പം നിങ്ങളിത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള റീകണക്ഷൻ പോസിബിൾ ആണ്. അതായത് ഈ ഒരു വ്യക്തിയായിട്ട് മേ ബി നിങ്ങൾ ഇപ്പം സംസാരിക്കാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും പോസിറ്റീവായിട്ടുള്ള ഒരു റീകണക്ഷൻ പോസിബിൾ ആണ്. ഓക്കെ, നിങ്ങൾ പക്ഷേ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യണം കേട്ടോ.
അവർക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നിടം വരെ അവർക്ക് അവരുടെ ഉള്ളിലുള്ള ഈ പേടിയും ടെൻഷൻസും ഒക്കെ മാറി നിങ്ങളുമായിട്ട് ഡയറക്റ്റ് ഒരു അപ്രോച്ചിന് റെഡി ആകുന്ന ഒരു ടൈം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അതേ ഉള്ളൂ. അല്ല നിങ്ങളായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ബാലൻസ്ഡ് ആയിട്ട് ഒരു കാം അപ്രോച്ചുമായിട്ട് ഇരിക്കുക. അതായത് നിങ്ങൾക്ക് ഒരു കോൺവെർസേഷന് വന്നാൽ, ഒരു ഓപ്പൺ കോൺവെർസേഷന് വന്നാൽ അത് സ്വീകരിക്കാനുള്ള ഒരു എനർജി ആയിട്ട് നിങ്ങൾ ഇരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഇന്നത്തെ റീഡ് എന്ന് പറയുന്നത്. സോ ആ വ്യക്തി നിങ്ങളിലേക്ക് എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം.